നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ കാണുന്ന കപ്പലിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് നാടും വീടും കാണാൻ വേണ്ടി വരുന്നുണ്ട്. കോഴിക്കോട് നാദാപുരത്തുള്ള സജീറാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. തമ്മിൽ കണ്ട് 10-15 വർഷങ്ങളായി. സജീർ നമുക്ക് എന്തായാലും കപ്പലിൽ നിന്ന് ഇപ്പോൾ ബോട്ടിൽ പോയിട്ട് ഇറക്കാൻ പോവാണ്. നമുക്ക് കാണാം. അങ്ങനെ ഏകദേശം ഒരു 16 വർഷത്തിന് ശേഷം നമ്മുടെ സുഹൃത്ത് സജീറിനെ കാണാൻ വേണ്ടി പോവാണ്. 2006-2009 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അന്നേ മുതൽ ആഗ്രഹമായിരുന്നു സജീറിന്റെ നാട്ടിൽ വരാനുള്ളത്. സജീറിന്റെ വീട്ടിൽ ഞാൻ കുറേ പോയിട്ടുണ്ട്. എന്നിരുന്നാലും 16 വർഷങ്ങൾക്കപ്പുറം അൽഹംദുലില്ലാഹ് എന്നാണ് അവർ നാട്ടിൽ സജീർ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. സജീറിന്റെ ക്യാബിൻ നോക്കുള്ള സജീറേ 472 474 വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അങ്ങനെ 15 വർഷത്തിന് ശേഷം 16 വർഷത്തിന് ശേഷം റിയാസിന്റെ കൂടെ നമ്പർ കൂടി കേട്ടോ. റിയാസ് റിസിയ, ഇത് റിസ, ഇത് റാസിൻ, ഇത് നമ്മുടെ സ്വന്തം കസിൻ അബ്ദുള്ള. റിയാസ് ഹായ് കൊടുക്ക്. ഹായ് കൊടുക്ക്. എങ്ങനെയുണ്ട് യാത്ര? ഉഷാറായിരുന്നോ? എങ്ങനെയുണ്ട് യാത്ര? സൂപ്പർ. ആദ്യമായിട്ട് കപ്പലില് സൂപ്പർ ജേണി. സൂപ്പർ. പോവാ, ഇറങ്ങാം. ഒന്നും പേടിക്കണ്ട, പൊളിക്കും. അങ്ങനെ കപ്പലിൽ നിന്നും ആന്ത്രോത്ത് ദ്വീപിലേക്ക് ഇറങ്ങുന്ന യാത്രക്കാരോടൊപ്പം സജീറും ഫാമിലിയും കപ്പലിൽ നിന്നും ബോട്ടിലോട്ട് ഇറങ്ങി. ബോട്ടും കരയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആദ്യമായിട്ടാണ് കുട്ടികളും സജീറും ഇങ്ങനൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ആനന്ദവും സന്തോഷവും എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. സാധനമുണ്ട്. കപ്പലിനും കരക്കും വഴിമധ്യേ പെട്ടെന്ന് കാലാവസ്ഥ പ്രതികൂലമാവുകയും പെട്ടെന്ന് വലിയ കാറ്റും മഴയും ഉണ്ടായി. സജീറും ഫാമിലിയും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിലും മൺസൂൺ കാലങ്ങളിൽ ലക്ഷദ്വീപുകാരായ എല്ലാവരും ഏറെക്കുറെ യാത്ര ചെയ്യുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ കപ്പലിൽ നിന്നും ബോട്ടിലോട്ട് ഇറങ്ങിയ യാത്രക്കാരുമായി ബോട്ട് ഏറെക്കുറെ വാർഫിനടുത്തോട്ട് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ബോട്ടിൽ നിന്നും പാസഞ്ചർ വാർഫിലോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് 2 വീലർ വഴി അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വഴി ആണ് നമ്മൾ എൻ്റെ വീട്ടിൽ പോകാൻ പോകുന്നത്.
അവിടെ നിന്നോ. വേഗം കൊടുക്കാൻ പറ്റുമോ? വിടോ വിടോ വിട്ടോ, അവിടെ നോക്കണം, അവിടെ വിട്ടോ. Guys! ശരി, എങ്ങനെയുണ്ട് കപ്പൽ യാത്ര? അടിപൊളി മോനെ, പൊളിയായി. കടല കുറച്ച് റഫാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ലൈഫിലൊരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം. എത്ര ദിവസം കൊണ്ട് പേപ്പർ ശരിയായി? 3 ദിവസം. 3 ദിവസം കൊണ്ട്, ഏറ്റവും ചുരുങ്ങിയ 2.5-3 ദിവസം കൊണ്ട് പേപ്പർ ശരിയായിട്ട് നാട്ടിലെത്തി. 15 വർഷമായിട്ട് 16 വർഷമായിട്ടുള്ള ആഗ്രഹമാണ്. പേപ്പർ റിയാസ് 3 ദിവസം കൊണ്ട് റെഡി. ഞാൻ പ്രതീക്ഷിച്ചില്ല ശരിക്കും, പ്രതീക്ഷിക്കാതെ അതിനൊരു ടൈം ഉണ്ട്. ആ ടൈം ആകുമ്പോഴേക്കുള്ള റെഡി. തീർച്ചയായിട്ടും. അൽഹംദുലില്ലാഹ്.